ഹലോ ഗൈസ്, ഈ എക്സ്പ്ലോർ ബൈ അജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വണ്ടിയുടെ ഒരു റിയൽ മൈലേജ് ടെസ്റ്റാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതായത് നമ്മൾ ഇന്ന് ഫസ്റ്റ് സർവീസ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഒരു 1593, അതായത് 1600 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ട്. ഫസ്റ്റ് സർവീസ് 631 കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു 1600 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലോങ് ആയിട്ട് ഓടുമ്പോൾ ഇപ്പോൾ നമ്മൾ കൊച്ചിക്കാണ് പോകുന്നത്. നമ്മൾ കൊച്ചിക്ക് പോയി കഴിയുമ്പോൾ കൊച്ചി നമ്മളെ മലപ്പുറം അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എത്ര മൈലേജ് നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ കിട്ടുന്നു, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ ടാങ്ക് മൈലേജാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരിടത്തു നിന്ന് നമ്മൾ ഫുൾ ടാങ്ക് നമ്മൾ അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10, 100, 150 കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ഫുൾ ടാങ്ക് അടിക്കുന്നു. അപ്പോൾ ആ 2 ടാങ്കിൻ്റെ ഫുൾ ടാങ്ക് നമ്മൾ എത്രയാണ് അടിച്ചതെന്നുള്ളൊരു കണക്കൂട്ടൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഓടിയ കിലോമീറ്റർ നമ്മൾ ട്രിപ്പ് ആദ്യം നമ്മൾ പെട്രോൾ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ നോക്കും. നമ്മൾ ഫസ്റ്റ് വണ്ടി എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1250. നമ്മൾ കുറച്ച് മുമ്പത്തെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 1250 കിലോമീറ്റർ, 1250 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഓടിയത് 516 കിലോമീറ്ററാണ്. അപ്പോൾ 1250 രൂപയ്ക്ക് പോയി പെട്രോൾ കിട്ടുന്നുണ്ടെങ്കിൽ എങ്ങനെ വല്ല ഒരു 11.5 ലിറ്റർ പെട്രോൾ മുമ്പത്തെ നമ്മൾ സർവീസിന് പോകുന്ന വീഡിയോയിൽ നമ്മൾ കണക്കെല്ലാം കറക്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ സർവീസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈമിന് നമുക്ക് എത്ര മൈലേജ് സർവീസ് കഴിഞ്ഞിട്ട് കിട്ടും എന്നുള്ളത് നമുക്ക് സർവീസ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നമുക്ക് വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് വന്ന കംപ്ലൈൻറ്റുകൾ, അതേപോലെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് വന്ന പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സർവീസിന് വണ്ടിയുടെ നമുക്ക് 2-3 കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. ആ കംപ്ലയിൻറ്റ് നമ്മൾ ഷോറൂംകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിനായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് വണ്ടി ഓഫായി പോകുന്നൊരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നു. അതായത് നേരെ തേർഡ് ഗിയറിൽ വന്നിട്ട് വണ്ടി ഡൗൺ ചെയ്തിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ തന്നെ വണ്ടി ഓഫായി പോകുന്നൊരു പ്രവണത നമുക്ക് ഫസ്റ്റ് കുറേ ഓടിക്കഴിഞ്ഞിട്ട് നമുക്കുണ്ടായിരുന്നു. അതായത് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് റിവ്യൂ ഉണ്ടായിരുന്നു, ഒരു 85 കിലോമീറ്റർ ഓടിയ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ആദ്യം വരുന്നൊരു ഷോട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മുടെ പണ്ടത്തെ വണ്ടികളിലോട്ട് പെട്രോൾ തീർന്ന് വണ്ടി ഓഫാകുന്ന പോലെ ഓഫാകുന്നൊരു കാര്യം ഇതിനുണ്ടായി. അത് ഞാൻ ഫസ്റ്റ് സർവീസ് ചെന്ന് പറഞ്ഞു. അത് നോക്കിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, വണ്ടിയുടെ ക്ലച്ച് അവർ ടൈറ്റ് ചെയ്ത് വെച്ചു. അതായത് ക്ലച്ച് ഏകദേശം ഇവിടെയാണല്ലോ ക്ലച്ച് ഇരിക്കുന്നത്. ഇവർ ടൈറ്റ് ചെയ്തിട്ട് ക്ലച്ച് ഏകദേശം ഈ സെൻറ്ററിലായിട്ട് അവർ കൊണ്ടുവച്ചു. അതായത് ഈ ഹാൻഡിലോടുന്നൊരു 1 ഇഞ്ച് രീതിയിൽ ഇവർ ക്ലച്ച് കൊണ്ടുവച്ചു. സാധാരണ ഒരു 2 ഇഞ്ച്, ഒരു 3 ഇഞ്ച് ഗ്യാപ്പിലാണ് ക്ലച്ച് ഇരിക്കുന്നത്. ഇവർ നേരെ ക്ലച്ച് ചെറിയൊരു ലൂസ് പ്ലേ ഉണ്ടായിട്ടും ഇവർ കൊണ്ടുവച്ച 1 ഇഞ്ച് രീതിയിലാണ് ഇവർ ക്ലച്ച് കൊണ്ടുവച്ചത്. അതപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ നാൾ നമ്മൾ ഫ്രീ പ്ലേയിൽ വെച്ച് നമ്മൾ ക്ലച്ച് ഓടിക്കുന്ന ആ ഒരു ഇതിൽ ശരിയാകത്തുണ്ട്. ഞാൻ പഴയ പോലെ തന്നെ ക്ലച്ച് പിന്നെ മാറ്റുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടും 1-2 തവണ വണ്ടി ഓഫായി പോവുകയും ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ സെൻസറിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ പഴയ വണ്ടികളുടെ കൂട്ട് നേരെ വന്നിട്ട് നമ്മൾ സ്പീഡിൽ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് ഒരു ക്ലച്ച് പിടിയിൽ തന്നെ നമ്മൾ നേരെ ഗിയർ നമ്മൾ തേർഡിലിടുന്നു. നേരെ 50 നേരെ നമ്മൾ തേർഡിലിടുമ്പം അങ്ങനെ ഒരു ഓഫ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഞാൻ 2-3 തവണ നമ്മൾ ഓരോ തവണ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും അപ്പ് ചെയ്യുമ്പോഴും നമ്മൾ ക്ലച്ച് പിടിച്ച് ഗിയർ അപ്പും ഡൗണും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെയാണ് ശരിക്കും വണ്ടി ഓടിക്കണമെന്ന്. പക്ഷേ പെട്ടെന്നൊരു സഡൻ സ്റ്റോപ്പ് വരുമ്പോൾ നമ്മൾ എങ്ങനെ പോയാലും ഒരു ക്ലച്ചിൻ്റെ പിടിയിൽ തന്നെ നമ്മൾ ചിലപ്പം 5th ഗിയറിൽ നിന്ന് നേരെ നമ്മൾ ഫസ്റ്റ് ഗിയറിലോട്ട് വരുന്നൊരു പ്രവണത നമുക്ക് എങ്ങനെ പോയാലും ഒരു സഡൻ ബ്രേക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ടാവും. പക്ഷേ അതല്ലാതെ നോർമലായിട്ട് നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ 5th നിന്ന് നേരെ 4th വന്ന് ഓരോ തവണ നമ്മൾ ക്ലച്ച് പിടിച്ച് ഓഫ് ചെയ്ത് ഓണും ചെയ്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓഫാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഞാൻ സർവീസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ സർവീസ് കഴിഞ്ഞിട്ട് നമ്മളൊരു മൈലേജ് ടെസ്റ്റാണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ലോങ് ഡ്രൈവ്, നമ്മളിപ്പോൾ സർവീസിൻ്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ലോങ് ഡ്രൈവ് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോലെ ഇതിൻ്റെ ഇതിൻ്റെ മൈലേജ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ലോങ് ഡ്രൈവ് നമ്മൾ തീരുമാനിച്ച് നമ്മൾ നേരെ കൊച്ചിക്ക് വണ്ടി പോകുന്നത്.
അപ്പോൾ കൊച്ചിക്ക് വണ്ടി വന്ന് ഞാൻ പെട്രോൾ പമ്പിൽ കയറിയിട്ടില്ല. പെട്രോൾ പമ്പിൽ കയറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക. എന്നിട്ട് നമ്മൾ കൊച്ചിയിലെത്തുമ്പം നമ്മൾ എത്ര കിലോമീറ്റർ ആയി നോക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ നമ്മളൊരു ഫുൾ ടാങ്ക് അടിക്കും. അപ്പം നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് കാണാൻ വന്നിട്ടില്ല. ഇതിനകത്ത് ആവറേജ് മൈലേജ് 60, 76, 72, 73 അങ്ങനെ 100, 120 വരെ നമുക്ക് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം നമ്മൾ ഡൗൺ ചെയ്തിട്ട് പിന്നെ ത്രോട്ടിൽ കൊടുക്കുമ്പം ഇത് പിന്നെ കുറഞ്ഞ് വരികയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇത് കൂടണമെങ്കിൽ നമ്മൾ 5th ഗിയറിൽ തന്നെ നമ്മൾ നേരെ ഒരു ക്രൂയിസിൻ്റെ ഒരു സ്പീഡിൽ ഒരു 50, 60 ആ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 60, 70, 80, 100, 120, 110 വരെ ഒരു സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കുന്ന റിയൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്തല്ല, നമ്മളെ ത്രോട്ടിൽ വിട്ട് കഴിയുമ്പം ഇതിനകത്തൊന്നുമില്ല, സംഭവം ബ്ലാങ്ക് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ത്രോട്ടിൽ കൊടുക്കുന്ന ഒരു ടൈമിനുള്ള നമ്മൾ എന്തുമാത്രം ത്രോട്ടിൽ കൊടുക്കുന്നു, അതേപോലെ തന്നെ നമ്മുടെ വീലിൻ്റെ റൊട്ടേഷൻ എന്തുമാത്രമാണ് എന്നൊക്കെ വെച്ചിട്ട് സെൻസ് ചെയ്തിട്ട് ഉള്ളൊരു മൈലേജാണ് ഇത് എന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം നമ്മൾ ത്രോട്ടിൽ വിട്ടു, ചെറിയൊരു ഇറക്കം ത്രോട്ടിൽ വിട്ട് കഴിയുമ്പം ഇവിടെ മൈലേജ് കാണിക്കുന്നില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. അത് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്തുമാത്രം ത്രോട്ടിൽ കൊടുക്കുന്നു, ആ ത്രോട്ടിൽ വാൽവ് എന്തുമാത്രം ഓപ്പൺ ആവുന്നു, അത് വെച്ചിട്ട് സെൻസ് ചെയ്തിട്ടാണ് ഇത് സെൻസർ കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരളവിലെ ത്രോട്ടിൽ കൊടുക്കുന്നുള്ളൂ, ചെറിയൊരു ഇറക്കമാണ്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നത് 89 കിലോമീറ്റർ മൈലേജ് കാണിക്കുന്നുണ്ട്. ത്രോട്ടിൽ വിട്ട് കഴിഞ്ഞപ്പോൾ അത് ഓഫായി. ഇപ്പോൾ ഇതൊക്കെ എന്നാലും ത്രോട്ടിൽ കൊടുത്തു 120 വന്നു, 89. അങ്ങനെ ത്രോട്ടിൽ നമ്മൾ കൊടുക്കുന്ന ഈ ത്രോട്ടിലിൻ്റെ റെസ്പോൺസിനനുസരിച്ചാണ് നമുക്ക് ഇതിനകത്ത് ഈ സെൻസറിൻ്റെ, അതായത് ഈ ക്ലസ്റ്റർ മീറ്ററിനകത്തുള്ള മൈലേജ് നമുക്ക് കാണിക്കുന്നത്. അല്ലാണ്ട് റിയൽ ടൈം മൈലേജ് അറിയണമെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ലോങ് ആയിട്ട് വല്ലതും പോവുകയോ അതേപോലെ തന്നെ എന്തെങ്കിലും യാത്രയൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റായിട്ടുള്ള മൈലേജ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ മൈലേജ് ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു പമ്പിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നു. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു 3 കട്ടയുണ്ട്. ഏകദേശം 3 കട്ട എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ചരിച്ച് വെച്ചാണ് എടുത്തത്. കറക്റ്റ് 1600 കിലോമീറ്റർ നമ്മൾ പമ്പിൽ കയറുമ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യുള്ളൂ. ട്രിപ്പ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ വണ്ടി, അതായത് ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ നേരെ എറണാകുളത്ത് പോകുന്നു. അവിടെ കൊച്ചി MG റോഡിൻ്റെ അവിടെ എവിടെയെങ്കിലും പമ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറ്റി അടിക്കുന്ന അടുത്ത ഫുൾ ടാങ്ക് ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ള കണക്ക് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് നമ്മൾ പമ്പിലെത്തി. നമ്മളൊരു ഫുൾ ടാങ്ക് നമ്മൾ അടിക്കാൻ പോവാണ്. ഓക്കെ, എന്താകും നമുക്കറിയാം. ചേച്ചി ഫുൾ ടാങ്ക്. യെസ്. Okay. ഓക്കെ, നെക്ക് ലൈന് അടിച്ചു, ക്ലോസ് ചെയ്തു. ഗൂഗിൾ പേ. അപ്പോൾ നമ്മൾ 850, 93 നമ്മൾ അടിച്ചിട്ടുണ്ട്. 850, 93 ഏകദേശം 8 ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലോസ് ചെയ്യുന്നു. നമുക്ക് ട്രിപ്പ് 2 നമുക്ക് റീസെറ്റ് ചെയ്യാം. പോയി ട്രിപ്പ് 2 എടുക്കുക. പക്ഷേ ABS മോഡാ മാറുന്നു. ടാലി. ഓക്കെ. ട്രിപ്പ് 1, ട്രിപ്പ് 2 നമ്മൾ റീസെറ്റ് ചെയ്തു. ഓക്കെ, കണ്ടല്ലോ. ട്രിപ്പ് 2 റീസെറ്റ് ചെയ്തു. വണ്ടി ഓണാക്കുന്നു. 1616 കിലോമീറ്ററാണ് ഫുൾ ടാങ്ക് അടിച്ചേക്കുന്നത്. ഓ, നമ്മൾ അടുത്ത യാത്ര നേരെ തിരിക്കുന്നു. കണ്ടില്ലേ, കാഞ്ഞിരപ്പള്ളി ആ റൂട്ടാണ് നമ്മൾ പിടിക്കുന്നത്. അവിടെ നാവിഗേഷൻ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം ആ റൂട്ട് വെച്ചിട്ടാണ് നമ്മൾ നേരെ എറണാകുളത്തിന് പിടിക്കുന്നത്, നേരെ കൊച്ചിക്ക് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഓടിക്കുന്നു. ഇപ്പോൾ കുറേ നമ്മൾ ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ എറണാകുളമൊക്കെ എത്താറാകുന്ന സമയത്ത്
നമ്മൾ അടുത്ത പമ്പിൽ കയറിയിട്ട് അടുത്തൊരു ഫുൾ ടാങ്ക് അടിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അടിച്ച ഒരു നെക്ക് ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈൻ വരെ വെച്ച് നമ്മൾ അടുത്ത പമ്പിൽ നിന്ന് അടിക്കുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് നമുക്കറിയാൻ പറ്റും നമ്മൾ എത്ര കിലോമീറ്റർ ഓടി, പിന്നെ അതുപോലെ തന്നെ എത്ര ലിറ്റർ പെട്രോൾ നമുക്ക് കിട്ടി എന്നുള്ള കണക്കെല്ലാം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ പോവാം. ഇപ്പോൾ നമ്മുടെ വണ്ടി നമ്മളെ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ട്രിപ്പ് റീസെറ്റ് ചെയ്ത് നമ്മളൊരു 27.7 കിലോമീറ്റർ, അതായത് 28 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഓടിച്ചിട്ട് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ആയിട്ട് നമ്മൾ ഓടിയിട്ടുണ്ട് വണ്ടി. അതിനകത്ത് ഒരു മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 36 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ ഓടിച്ചത്. ഇനിയിപ്പോൾ അടുത്ത ദൂരം പോകുമ്പോൾ നമുക്ക് അടുത്ത കിലോമീറ്റർ വരും, അതൊരു 50 ആകുമ്പോൾ നമുക്ക് അടുത്തൊന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓടി വണ്ടി ഒരു 80 കിലോമീറ്റർ നമ്മൾ പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ ഓടിയിട്ടുണ്ട്. നമ്മളിനി ഒരു 20 കിലോമീറ്ററോടെ നമ്മൾ ഓടിയിട്ട് നമ്മൾ 20 അല്ലെങ്കിൽ 10 ചിലപ്പോൾ 100 കിലോമീറ്റർ ഓടിയിട്ടായിരിക്കും നമ്മളിനി അടുത്ത പമ്പിൽ പെട്രോൾ അടിക്കുന്നത്. അപ്പോഴേ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ നിർത്തി ഓടിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 120 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത പമ്പിൽ കയറിയിട്ട് നമ്മൾ ഫുൾ ടാങ്ക് അടിക്കുള്ളൂ. അപ്പോഴേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് മൈലേജും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നമുക്ക് ലോങ് എടുത്താൽ എത്ര മൈലേജ് കിട്ടും നമുക്ക് കറക്റ്റ് അറിയുള്ളൂ. ഇപ്പോൾ വണ്ടിയിൽ നമ്മളൊരു 148 കിലോമീറ്റർ നമ്മൾ ഓടി. നമ്മളിപ്പം ഫുൾ ടാങ്ക് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഒരു ഫുൾ ടാങ്ക് പെട്രോളോടെ നമ്മൾ അടിക്കുകയാണ്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. നമ്മൾ അടിക്കാൻ പോകണം നോക്കാം. ഇപ്പോൾ അടിക്കാൻ തുടങ്ങി. നമ്മൾ മുമ്പേ അടിച്ചത് നമ്മൾ 8 ലിറ്ററാണ് മുമ്പേ അടിച്ചത്. അപ്പോൾ ഇപ്പം എത്ര ആകും നമുക്ക് വലിച്ചു വിട്ട് നമുക്ക് നോക്കാം എത്ര ആകുന്നു. അതുമ്പോൾ നമ്മൾ അടിച്ച അതേ ലെവലിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടിച്ചത് 3.3 ലിറ്റർ 349 ഓക്കെ. അപ്പോൾ നമ്മൾ 349 അടിച്ച് 3.31 ലിറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് 3.31 പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 7.92 അതായത് 8 കൂട്ടാം. നമുക്കിപ്പോൾ ഒരു 8 ലിറ്റർ നമുക്ക് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് ഇപ്പം നമ്മൾ അടിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 8 ലിറ്ററും ഇപ്പോൾ ഒരു 3.30 11.3 ലിറ്റർ നമ്മൾ 3.3 ലിറ്റർ നമ്മൾ അടിച്ചിട്ട് നമ്മൾ ഓടിയ കിലോമീറ്റർ 3.3 ലിറ്റർ നമ്മളിപ്പോൾ ഒരു ഫുൾ ഇവിടെ അവിടെ നമ്മൾ 8 ലിറ്റർ നമ്മൾ അടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് നമ്മൾ അടിച്ച ലിറ്റർ എന്ന് പറഞ്ഞാൽ 3.3 അതിന് 148 കിലോമീറ്റർ ഓടി. അപ്പോൾ ഡിവൈഡഡ് ബൈ 3 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 3.3 കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാണിച്ചിട്ടാണ് 148 കിലോമീറ്റർ ഓടി. ഡിവൈഡഡ് ബൈ 3.3 എത്ര കിട്ടി? 44-45 കിലോമീറ്ററോളം നമുക്ക് മൈലേജ് വരുന്നത്. കറക്റ്റ് നമ്മളൊരു റൗണ്ടാക്കിയ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചതെന്ന് പറഞ്ഞാൽ 7.90 എങ്ങാണ്ട് 8 ലിറ്ററിന് സംതിങ് അടുത്തായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും നമ്മൾ അടിച്ചത് ഇപ്പോൾ 3 കൂട്ടിയാണ് 3.30 കൂട്ടിയാൽ 349 അടിച്ചത്. അപ്പോൾ 3 ലിറ്റർ കൂട്ടിയാൽ മതി. 3 ഡിവൈഡഡ് ബൈ 148 എത്ര കിട്ടുന്നുണ്ട്? 148 ഡിവൈഡഡ് ബൈ 3 കണ്ടോ 49.3 കിലോമീറ്റർ നമുക്ക് ഈ എക്സ്പൾസിന് ഞാനിപ്പോൾ ഈ ലോങ് ട്രിപ്പ് ഓടിയപ്പം നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്ക് കറക്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ 45 എങ്ങനെ പോയാലും നമുക്ക് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 2025 എക്സ്പൾസിന് നമ്മൾ ലോങ് ട്രിപ്പ് ഓടുമ്പോൾ നമുക്ക് കിട്ടിയ മൈലേജിൻ്റെ കണക്കാണ് നമ്മൾ പറഞ്ഞത് 45-49 ഓക്കെ. അപ്പോൾ നമ്മുടെ എക്സ്പൾസിൻ്റെ മൈലേജ് ടെസ്റ്റിൻ്റെ വീഡിയോ നമ്മൾ കൊച്ചിയിൽ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നതിന് വരെ സൈനിങ് ഓഫ് ഫ്രം മീറ്റ് എക്സ്പ്ലോർ ബൈ അജു.